ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് വന്നിട്ട് തിരുവോണം. സമയം വന്നിട്ടും 7:30 കഴിഞ്ഞു. അപ്പോൾ എണീക്കണം, പല്ല് തേക്കണം, അമ്മേനെ സഹായിക്കണം, അല്ലെങ്കിൽ അമ്മ ചോറ് തരില്ല. തയ്ക്കണം മടി. ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു 5:45, 5:30, 4:45 അങ്ങനെയൊക്കെയാണ് എണീക്കുന്നത്. പക്ഷേ അവധിയുള്ള ദിവസം ഉറങ്ങാൻ പറ്റില്ല ഗൈസ്. ഒരു 6:30, 5:30 വീണ്ടും എണീറ്റ്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റ. അതല്ലെങ്കിൽ ഉറങ്ങുന്ന കാര്യം പാസ്സാക്കിയാന്. ഇതൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഇന്നലെ പേസ്റ്റ് മേടിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, തിരുവോണം എന്നെ ഉമിക്കരി വെച്ച് പല്ല് തേച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഉമിക്കരി വെച്ച് പല്ല് തേക്കണം. കുഴപ്പമില്ല, പേസ്റ്റിനെക്കാട്ടും എന്തെങ്കിലും നല്ലത് ഉമിക്കരിയാണ്. പോയി ഉമിക്കരി വെച്ച് പല്ലൊക്കെ തേക്കാം. ഗൈസ്, നമ്മുടെ ദുമിക്കിരി ഇതാ കിട്ടി ഗൈസ്. ഇനി ഇത് നമുക്ക് കയ്യിലിട്ട് മിസ്കാം. ഇവിടെ വയ്ക്കാം. കാണാൻ പറ്റുമല്ലോ. അയ്യോ, തെരഞ്ഞു പോയുള്ളു. നമ്മൾ കുറച്ച് മികിരി എടുക്കുക. ഇത് ഇങ്ങനെ ഞെരിക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം എണീറ്റ് വായൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി. അതുകൊണ്ടാണ് ചൈനക്കാർ ഊട്ടിന് കണ്ണിരിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. ഇതാ ഇതിങ്ങനെ പൊടി വയ്ക്കുക. ഇനി ഇതിനെ പാൽ വെച്ച് ഈ ആക്കണം. അപ്പം ഞാൻ പോയി പല്ല് സെറ്റ് ചെയ്തിട്ട് നാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഗൈസ്, മുടിയൊക്കെ കെട്ടി സെറ്റായി. ഇനി ഈ മുഖക്കുരുവിനുള്ള മരുന്നിട്ടാം, എന്നിട്ട് തഴപ്പം. ഇതുവരെയ്ക്കും അമ്മേൻ്റെ വിളിയൊന്നും വന്നില്ല. നല്ല കാര്യമായിട്ട് കുരു ഉണ്ട് ഗൈസ്. ഇതിടുമ്പത്തേക്ക് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു തടുപ്പും വേദനയൊക്കെ പോകുമെന്നാണ് പറയുന്നത്. ചെറിയ ആശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോയതുകൊണ്ട് കുറച്ച് പെർഫ്യൂം അടിക്കും. മണക്കട്ടെ. എൻ്റെ മൈലേജ് ഗ്ലൗ ഗേസ്. ഹാപ്പി ആണോ പറ? ഹാപ്പി ഓണം. വെരി വെരി ഹാപ്പി ഓണം. ആരടിയത്? എന്തടി മക്കളെ വാങ്ങിക്കാൻ മതി തടിച്ച് കൈ മാറ്റി. നാളത്തെ കൊണ്ടുള്ള എൻ്റെ കൊച്ചു പാവം നല്ല തൂറയും ഛർദ്ദിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി കൂടിയപ്പോൾ അമ്മമ്മയെ വിളിക്കാണ്ട് വെറും ചായ ഇട്ടിട്ട് അമ്മയുടെ കൊടുത്താണ് തരില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വയ്യപ്പോഴെ വടിയെടുത്ത് ഹാപ്പി ഓണം. മതി പോ.
സദ്യയൊക്കെ ഒരുക്കി സദ്യ കഴിക്കുന്ന സമയം ആവുന്നതിന് മുന്നേ തന്നെ കാശിക്ക് വയ്യായിരുന്നു ഗൈസ്. വയറിളക്കവും ഛർദിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ തിരുവോണം ഫുള്ള് വെള്ളത്തിലായി. ഹോസ്പിറ്റലിലൊക്കെ പോയി കുത്തിയൊക്കെ വെച്ച് ആ ദയനീയ ഭാവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് നമ്മളെ വീട്ടിൽ പൂച്ച കിടക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഇത്രയ്ക്ക് സ്ഥലമില്ലേ അടി എടി? അരപ്പുല്ലിന്റെ ഇടയിൽ കാണാനും വയ്യല്ലേ. കൊള്ളോടി കൊടനിയോടാ. ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയുള്ളായിരുന്നു, കാര്യം വേസ്റ്റ് ആവും, അതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കിയത്. പിന്നെ കാശിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്തോ അങ്ങ് ഇറങ്ങാത്ത ഒരു അനുഭവമായിരുന്നു. ഭയങ്കര വിഷമം പിടിച്ചൊരു ഓണമായിരുന്നു. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഓണം. നിങ്ങൾക്കും ഇങ്ങനെയാണ് ഗൈസ്? പിന്നെ ഞാൻ ഫുൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചത് വേണ്ട, നിർത്താമെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. പിന്നെ അവനെ കുറച്ച് സമാധാനിപ്പിക്കാനായിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കിടന്നുറങ്ങി ഗൈസ്. അപ്പം ശരി, ബൈ.